കൊന്നിച്ചിവാ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയൊരു മാങ്ക എക്സ്പ്ലനേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ക്ലോർ എന്ന് പറയുന്ന മാങ്കയാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ബ്ലാക്ക് ക്ലോറിന്റെ അവസാനത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻഫോർമേഷനും നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. എന്തിന് ബ്ലാക്ക് ക്ലോറിന്റെ മാങ്കയുടെ ചാപ്റ്റേഴ്സ് ഇറങ്ങുന്നവരെ വളരെയധികം ലാഗ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ക്ലോറിന്റെ മാങ്ക എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇനി ഇറക്കുന്നതായിരിക്കും. സോ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനം ആസ്റ്റർ ലിബിയും കൂടെ തന്റെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കിയിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ചാപ്റ്റർ 271 തുടങ്ങുന്നത് നമ്മുടെ നാച്ച് പുള്ളിക്കാരന്റെ ഡെവിൽ യൂണിയൻ യൂസ് ചെയ്തുകൊണ്ടാണ്. നിനക്കിനി സ്ട്രോങ്ങർ ആകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നിന്റെ ആ ഡെവിലിന്റെ മുഴുവൻ ആന്റി മാജിക് പവർ വലിച്ചു പുറത്തിറക്കിക്കൊണ്ട് മാത്രമാണ്. ഇത് പറഞ്ഞ് തീരാൻ നേരത്തെ തന്നെ നമ്മുടെ ആസ്റ്റയുടെ കാലിന്റെ താഴത്ത് ഒരു വാല് വരും. എന്നിട്ട് നമ്മുടെ ആസ്റ്റിനെ ലിബിനെയും കൂടെ ഈ കുറെ അധികം ഷാഡോസിന്റെ കൈ വന്ന് ഇവരെ മേലിലേക്ക് പൊക്കും. ഇവർ രണ്ടുപേർക്കും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കെട്ട് മുറുക്കി ഇവരുടെ ചുറ്റിനും ഒരു സ്പിയർ പോലെ, അതായത് ബ്ലാക്ക് സ്പിയർ പോലെ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ആസ്റ്റ അതൊക്കെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരന്റെ ഒരു ഹാഫ് ഡിമോണിക് ഫേസിലേക്ക് മാറും. പക്ഷേ പുള്ളിക്കാരൻ നോക്കാറുത്ത് നമ്മുടെ ലിബിനെ കാണുന്നില്ല. പുള്ളിക്കാരന്റെ റൈറ്റ് ഷോൾഡറിന്റെ അവിടെ നിന്ന് ആരും ഒന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു. ആസ്റ്റ തിരിഞ്ഞു നോക്കാറുത്ത് ഒരു കുട്ടി ലിബിനെ കാണും. ആസ്റ്റക്ക് ലിബി പുള്ളിക്കാരന്റെ പവേഴ്സ് കൊടുക്കാനടുത്ത് ലിബി ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ നാച്ച് പറയുന്നുണ്ട്, ഒരു ഡെവിൽ ബൈൻഡിങ് കോൺട്രാക്റ്റിൽ ഫുൾ പവർ ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്, അത് ഓർഡർ കൊടുക്കുന്ന ആൾക്കാണ്. നമ്മുടെ ഭാഗത്ത് പറയാനാണെങ്കിൽ മനുഷ്യർ. അതുകൊണ്ടാണ് യൂണിയൻ എനിക്ക് അത്ര വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നിന്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. ആ ഡെവിലിന്റെ ഒരു അല്പം പവർ മാത്രമാണ് നിന്റെ ശരീരത്തിൽ ഇപ്പോഴും ഉള്ളത്. അപ്പൊ നമ്മുടെ ആസ്റ്റ് ചോദിക്കുന്നുണ്ട് ലിബി എടുക്കെ, നീ നേരത്തെ ഈ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്ന, എനിക്ക് എങ്ങനെയാണ് നിന്റെ ഫുൾ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ലിബി പറയുന്നുണ്ട്, എടാ എനിക്കൊരു പിടുത്തമില്ല, എന്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നത്. പക്ഷേ ഇതുപോലൊരു അവസ്ഥയിലൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കാണുന്നുണ്ട്, കുറ്റമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആസ്റ്റർ പറയുന്നുണ്ട്, നീ ഇത്ര കിടന്ന് വായത്താളം അടിച്ചപ്പോൾ ഞാൻ നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന്, പക്ഷെ നിനക്കൊരു കുന്തും അറിയാൻ പറ്റില്ല എന്ന്. ഇതൊക്കെ കേട്ട് നമ്മുടെ നാച്ചനായിട്ട് പൊളിഞ്ഞും കയറുന്നുണ്ട്. എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യാം, നീ തന്നെ ഫൈറ്റ് ചെയ്ത് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറയും. ഡെവിൽ യൂണിയൻ യൂസ് ചെയ്യാൻ നിർത്തി എനിക്ക് കിട്ടുന്ന പവർ എന്നാന്ന് വെച്ചാൽ എന്റെ ഡെവിൾസിന്റെ പവേഴ്സ് എന്റെ ഷാഡോ മാജിക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിൽ ഒരെണ്ണമാണ് പാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി അധികം കുറുക്കനെ പോലെയൊക്കെ നിൽക്കുന്ന കുറെ അധികം ഷാഡോസിനെ ക്രിയേറ്റ് ചെയ്യും. ആസ്റ്റയുടെ പുറകെ പെട്ടെന്നൊരു ഷാഡോ പ്രത്യക്ഷപ്പെട്ടിട്ട് ആസ്റ്റയ്ക്ക് നല്ലൊരു ഹീറോ വെച്ച് കൊടുക്കും. അത് ആസ്റ്റ ബ്ലോക്ക് ചെയ്ത് മാറുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നേരെ ചെന്ന് കയറുന്നത് നേരത്തെ കണ്ട ആ പാക്സിന്റെ നടുവിലേക്കായിരുന്നു. അവർ ആസ്റ്റനെ ഒരു സെക്കൻഡ് പോലും നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആസ്റ്റ ജസ്റ്റ് മിസ്സിനാണ് ഓൾമോസ്റ്റ് എല്ലാം ഡോഡ് ചെയ്ത് മാറുന്നത്. എന്നാൽ ചില അറ്റാക്സ് ഒക്കെ നന്നായിട്ട് തന്നെ ആസ്റ്റയുടെ മുതുകത്ത് തന്നെ വന്ന് വീഴുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, എല്ലാവർക്കും ഇവന്മാർക്ക് എല്ലാവർക്കും നമ്മുടെ വൈസ് ക്യാപ്റ്റൻ നാച്ചിന്റെ അതേ കീ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ നാച്ച് പറയും ചെയ്യും, നീ എന്നെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ ഇവന്മാർ എല്ലാവരും മാഞ്ഞു പോകത്തുള്ളൂ. നമ്മുടെ നാച്ച് ആവട്ടെ ഈ ഉള്ള ഷാഡോസിന്റെ അതൊക്കെ ബ്ലെൻഡ് ചെയ്ത് കയറിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ 4 ഡെഫ്സ് ആയിട്ട് കോൺട്രാക്റ്റും ഉണ്ട്. അതായത് മരണത്തിന് അത്രയും തവണ പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മുടെ ആസ്റ്റർ ലിബിനെ വെച്ച് നോക്കുകയാണത് നേരത്തെ ഉള്ളതിനെക്കാട്ടും ചെറുതായിട്ട് പൊടിക്കൂടെ അവരുടെ പവർ കൂടിയിട്ടുണ്ട്. കാരണം അവർ കോൺട്രാക്റ്റിലായതുകൊണ്ട്. നീ ഒരു ഡെവിലായിട്ട് ഈക്വലുള്ള ടേംസിലാണ് കോൺട്രാക്ട് സൈൻ ചെയ്തത്. അതിനർത്ഥം ആ 100% യൂസ് ചെയ്യാൻ നിനക്ക് വളരെയധികം പാടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നീ തന്നെയാണ് ഈ പാത്ത് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പവർ യൂസ് ചെയ്ത് നീ എന്നെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ആസ്റ്റർക്ക് പറയുവാണ്. ഇതും കേട്ടോണ്ട് യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റർ പുള്ളിക്കാരന്റെ സ്ഥിരം ഡയലോഗ് അടിക്കും. അതായത് പുള്ളിക്കാരന്റെ ലിമിറ്റ്സ് ഒക്കെ പുള്ളിക്കാരൻ ഇപ്പൊ തന്നെ സർപ്പാസ് ചെയ്യുമെന്ന്. പെട്ടെന്ന് തന്നെ ആസ്റ്റർക്ക് ലെഫ്റ്റ് സൈഡിൽ എവിടെ എന്തോ തോന്നി നേരെ അങ്ങോട്ട് ഡീമൺ സ്ലാഷ് ചെയ്യുന്നുണ്ട്. അവിടെ ആയിട്ട് നമ്മുടെ നാച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കട്ടാനെ പിടിച്ചുകൊണ്ട്, അതായത് നേരത്തെ അറ്റാക്ക് ചെയ്ത കട്ടാനെ പിടിച്ചുകൊണ്ട് പറയുകയും ചെയ്യും, നിന്റെ പേര് ഇനി മുതൽ ഡീമൺ സ്ലെയർ കട്ടാൻ എന്നാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ സർപ്പാസ് ചെയ്ത് നമ്മൾ ക്യാപ്റ്റൻ യാമിനെ രക്ഷിക്കാൻ പോയിരിക്കുമെന്ന് ആസ്റ്റർ പറയും. എന്നാൽ ഇത് കേട്ടത് നമ്മുടെ നാച്ചിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നൈസ് ചേഞ്ച് ചെയ്യും. പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, ഈ ഒരു ഫ്രേസ് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വെറുപ്പ്. സോ നാച്ചും ആസ്റ്റർ ആയിട്ടുള്ള ഒരു ഓൾ ഔട്ട് ബാറ്റിൽ ആയിരിക്കും ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. സോ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവരി കോർണർ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.